നമസ്കാരം. ഇന്നലെ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് മനുഷ്യർക്കൊപ്പം എന്നുള്ള മുദ്രാവാക്യവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്ര, അതിൻ്റെ സമാപന സമ്മേളനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ വിശദമായി പ്രസംഗിച്ചു. തൻ്റെ ഗവൺമെൻറ് ന്യൂനപക്ഷ ക്ഷേമത്തിന് എന്തൊക്കെ ചെയ്തു എന്ന് ആ ജനങ്ങളോട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അതിനെന്താ തെറ്റ്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തൻ്റെ ഗവൺമെൻറ് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്ത, മതേതരത്വത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ, വർഗീയ കലാപം ഇല്ലാത്ത കാലഘട്ടം, അതേപോലെ തന്നെ സാമുദായിക സംഘർഷങ്ങളില്ലാത്ത കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. അതിലെന്താ തെറ്റ്? പക്ഷേ അതിനുശേഷം അവിടെ പ്രസംഗിച്ച കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വെറും ഒരു നാലാംകിട രാഷ്ട്രീയക്കാരൻ്റെ നിലവാരത്തിലേക്ക് മാറുകയും ഒരു നിയമസഭയിലൊക്കെ തന്നെ മുഖ്യമന്ത്രിയെ ക്രോസ് ചെയ്യുന്നത് പോലെ ഒരു സമുദായ സമ്മേളനം അല്ലെങ്കിൽ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച്, മറ്റൊരു സംവിധാനത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ വെച്ച് പരസ്യമായി രാഷ്ട്രീയ വിഴുപ്പലക്കൽ നടത്തി. ആ സമ്മേളന വേദിയിൽ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ക്രോസ് ചെയ്തുകൊണ്ടും പച്ചയായ രാഷ്ട്രീയ പ്രസംഗം നടത്തിക്കൊണ്ട് തൻ്റെ നിലവാരം കളഞ്ഞ ഒരു പ്രസംഗമാണ് സതീശൻ അവിടെ നടത്തിയത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന് എന്തൊക്കെ പ്രസംഗിക്കാനുണ്ട്? കോൺഗ്രസ് ന്യൂനപക്ഷത്തിന് ചെയ്ത പ്രവർത്തനങ്ങൾ, രാജ്യത്തെ മതേതരത്വത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, സമുദായ സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പ്രസംഗിക്കാമായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനയുടെ സ്ഥാപനത്തിന് വേണ്ടി കോൺഗ്രസ് എന്തൊക്കെ ചെയ്തു, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, രാഹുൽ ഗാന്ധി എന്തൊക്കെ ചെയ്തു, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകൾ എന്തൊക്കെ ചെയ്തു, അതേക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് വേണ്ടിയിരുന്നു പിണറായി വിജയൻ്റെ പ്രസംഗത്തെ അദ്ദേഹത്തിന് കൗണ്ടർ ചെയ്യാൻ. അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അതൊന്നും ചെയ്യാതെ കയറി പെട്ടെന്ന് പ്രകോപിതനായിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ നിക്കക്കള്ളിയില്ലാതെ പ്രകോപിതനായിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരു VD സതീശനെയാണ് ഇന്നലെ പുത്തരിക്കണ്ടം മൈതാനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മാത്രമല്ല, അത് ചെയ്ത വലിയൊരു തെറ്റ്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തോട് വളരെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം പല ഘട്ടത്തിലും പറഞ്ഞത്. അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരുത്താൻ വേണ്ടി അദ്ദേഹത്തെ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം താൻ സമുദായത്തെ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുത്തലുകൾ വരുത്തുന്നത്. സ്വാഭാവികമായി SNDP യോഗത്തിലെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ അദ്ദേഹം ഇപ്പോൾ NDAയുടെ ഭാഗമാണ്. വെള്ളാപ്പള്ളി നടേശനെയും അതേപോലെ തന്നെ NSSൻ്റെ സംവിധാനത്തെയും സമ്പൂർണ്ണമായി സംഘപരിവാറിൻ്റെ ഭാഗത്തേക്ക് തള്ളിവിടാനാണ് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇവിടുത്തെ മതേതര സംരക്ഷണത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. 90 വയസ്സുള്ള വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗിക്കുന്നതിനനുസരിച്ച് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ സംവിധാനത്തെ, കേരളത്തിലെ പിന്നോക്ക രാഷ്ട്രീയത്തിൻ്റെ ഒരു സംവിധാനമായ SNDP യോഗത്തെ പൂർണ്ണമായും സംഘപരിവാറിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടണം എന്നാണ് ഇവിടുത്തെ കോൺഗ്രസ് വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ലീഗ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. പതുക്കെ തിരുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശനെയും SNDP യോഗത്തിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുഖ്യധാര മതേതര രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ സംവിധാനത്തെ പൂർണ്ണമായും സംഘപരിവാറിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയാൽ മാത്രമേ ഈഴവ സംവിധാനം ഇടതുപക്ഷത്തിനെതിരായി കിട്ടൂ എന്നാണ് ചിലർ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഇവിടെ വേണ്ടത് കൂട്ടി ചേർത്ത് നിർത്തലാണ്. വെള്ളാപ്പള്ളി നടേശനെ തിരുത്തിക്കൊണ്ട് കൂടെ നിർത്തലാണ്. അത് സ്വാഭാവികമായും ഘട്ടം ഘട്ടമായി നടക്കേണ്ട കാര്യമാണ്. തന്നെയുമല്ല, അക്കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മറ്റൊരു സമുദായ സമ്മേളനത്തിൻ്റെ വേദിയിൽ വെച്ച് അതായത് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ സമ്മേളന വേദിയിൽ വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് എങ്ങനത്തെ അധികാരം? അങ്ങനെ ചെയ്തത് ശരിയാണോ? ഈഴവ സമുദായത്തിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും ഈഴവ സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുള്ള വലിയൊരു സംഘടനയാണ് SNDP യോഗം. ആ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ മറ്റൊരു സമുദായത്തിൻ്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവരെ കുത്തിയിളക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രസംഗം നടത്തുന്നത് കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ നേതാവിന് ചേർന്നതാണോ? എല്ലാ സമുദായങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കേണ്ട പ്രതിപക്ഷ നേതാവ് ഒരു സമുദായത്തിൻ്റെ സമ്മേളനത്തിൽ പോയി അതിൻ്റെ ഓരം നിന്നുകൊണ്ട് മറ്റൊരു സമുദായ നേതാവിനെ കുത്തി നോവിക്കുന്നത് എന്ത് നാലാംകിട രാഷ്ട്രീയമാണെന്ന് സതീശൻ തിരിച്ചറിയണം. അതുകൊണ്ട് ഇതിനൊന്നും യോജിക്കാൻ സാധിക്കില്ല. ശ്രീ VD സതീശൻ ഒരു മാന്യനായ രാഷ്ട്രീയക്കാരനായി മാറണം. രമേശ് ചെന്നിത്തല ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചല്ലോ, പല പ്രതിപക്ഷ നേതാക്കളും പ്രസംഗിച്ചല്ലോ, അവരൊക്കെ വളരെ മാന്യമായിട്ടല്ലേ പ്രസംഗിച്ചത്. BJPയുടെ നേതാക്കളടക്കം പ്രസംഗിച്ചല്ലോ, അവരൊക്കെ മാന്യമായ പ്രസംഗം നടത്തിക്കൊണ്ടല്ലേ പോയത്. സതീശന് മാത്രം എന്താ കൊമ്പുട്ടോ? ഇത്തരം രാഷ്ട്രീയം ശരിയല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.